ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. മിസ്റ്റർ ആൻഡ് മിസ്സസ് ഹിറ്റ്ലർ, ഭാഗം 2. രചന ഫൗസിയ നൗഷാദ്. വേദിക പകച്ചു നിന്നുപോയി. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അത്ര വലിയൊരു വീട്ടിലേക്ക് അവൾ വരുന്നത്. ആ വീടിൻ്റെ ഹാളിന് അവൾ വളർന്ന അനാഥാലയത്തിൻ്റെ മുഴുവൻ വീതിയുണ്ടെന്ന് അവൾക്ക് തോന്നി. എന്ത് വേണമെന്നറിയാതെ നിൽക്കുന്ന വേദികയെ അഞ്ജലി അടുത്തേക്ക് വിളിച്ചു. എന്താ പേര്? വേദിക. എവിടെ നിന്നാ വരുന്നത്? ഇവിടെ അടുത്തുനിന്നാ. സിദ്ധുവിനെ എങ്ങനെ കണ്ടുമുട്ടി? അത് ഞാൻ ബ്രോക്കർ വഴി. അവൻ പറഞ്ഞ പോലെ അവൾ പറഞ്ഞൊപ്പിച്ചു. ശരി, ഇവിടെ നീ കൂടാതെ ഒരാൾ കൂടി അടുക്കള ജോലിക്കുണ്ട്. നിന്നെയും കൊണ്ടുവന്നത് അടുക്കള പണിക്കാണ്. നിനക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കാൻ അറിയോ? ഉവ്. എങ്കിൽ അവരെ സഹായിച്ച് ഇവിടെ നിന്നോ. അടുക്കളക്കാര്യം മാത്രം നോക്കിയാൽ മതി നീ. അവൾ തലയാട്ടി. പിന്നെ വൃത്തി നിർബന്ധമാണ്. ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള ആളാണ് ഇപ്പോൾ നിന്നെ കൊണ്ടാക്കിയിട്ട് പോയത്. ആഹാരത്തിൽ ഒരു മുടിയിഴയെങ്കിലും കണ്ടാൽ നിന്റെ ജോലി പോവും. നേരത്തെ പറഞ്ഞേക്കാം. ആഹാരത്തിൻ്റെ കാര്യത്തിൽ വൃത്തി അവന് ഭയങ്കര നിർബന്ധമാണ്. ശരി മാഡം, ശ്രദ്ധിച്ചോളാം. എങ്കിൽ നീ വരൂ, കിച്ചൺ കാണിച്ചു തരാം. അവൾ അവരുടെ പിന്നാലെ നടന്നു. താഴെ പതിച്ചിരിക്കുന്ന ടൈൽസിൽ മുഖം കാണാം. അത്രയേറെ തിളക്കവും ഭംഗിയും. അവിടെയുള്ള ഓരോ സാധനങ്ങൾക്കും പ്രത്യേകം സ്ഥാനമുള്ളതുപോലെ എല്ലാം അടുക്കും ചിട്ടയോടെ വെച്ചിട്ടുണ്ട്. അടുക്കള കണ്ടവളുടെ തല ചുറ്റി. ഒരേ സമയം 100 പേർ അതിൽ കൊള്ളും. ഓരോ വസ്തുക്കളും അതിൻ്റെതായ സ്ഥാനത്ത് മനോഹരമായി വെച്ചിട്ടുണ്ട്. പുറമേ നിന്ന് വരുന്ന ആരും ആ അടുക്കള ഒന്ന് കണ്ണു വയ്ക്കും. അത്രയ്ക്ക് വൃത്തിയുണ്ട്. ലക്ഷ്മി, അവർ വിളിച്ചതും വയസ്സായ ഒരു സ്ത്രീ കടന്നു വന്നു. ദേ, ഇത് വേദിക, പുതിയ അടുക്കളക്കാരിയാണ്. ഇവളെ ഇവിടുത്തെ ചിട്ടകളും കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം. ശരി മാഡം. പിന്നെ എന്തായാലും നീ ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, മുറി കാണിച്ചു തരാം. അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറിയാൽ മതി. അവൾക്ക് സ്റ്റെയർ കേസിൻ്റെ താഴെയുള്ള ഒരു മുറിയായിരുന്നു കാണിച്ചു കൊടുത്തത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുറി. അല്പം പൊടി കയറിയിട്ടുണ്ട്. എല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞേക്ക്. ഇതാരും അങ്ങനെ ഉപയോഗിക്കാറില്ല. ബാത്റൂം ഇതിൽ തന്നെയുണ്ട്. ഫ്രഷ് ആവണമെങ്കിൽ ആയിക്കോളൂ. അത് പറഞ്ഞവർ പുറത്തേക്ക് പോയി. അവൾ ആ മുറിയിൽ കയറി. 2 പേർക്ക് കിടക്കാൻ പാകത്തിലുള്ള ബെഡും ഒരു ഷെൽഫും കബോർഡും മേശയും ഉണ്ട്. അവൾക്കത് ഒരുപാട് ഇഷ്ടമായി. ആദ്യമായിട്ട് സ്വന്തമായ ഒരു മുറി കിട്ടി. അവൾക്ക് ആശ്വാസം തോന്നി. അവൾ ആദ്യം മുറി മുഴുവൻ തൂത്ത് വൃത്തിയാക്കി. അവൾ തൻ്റെ സാധനങ്ങൾ ഷെൽഫിൽ എടുത്തു വെച്ച ശേഷം ബാഗിൽ നിന്നൊരു ധാവണിയുമായി കുളിക്കാൻ കയറി. ഷവർ തുറന്ന് അതിന് താഴെ നിന്നു. തണുത്ത വെള്ളം ശരീരത്തിലൂടെ ഊഴ്ന്നിറങ്ങിയതും ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ സങ്കടങ്ങൾ പുറത്തേക്കൊഴുകാൻ തുടങ്ങി. എന്തിനായിരുന്നു ഈ ഒളിച്ചോട്ടം? എപ്പോൾ വേണമെങ്കിലും മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തേക്കാം. ആയമാരെല്ലാം സ്നേഹമുള്ളവരാണെങ്കിൽ പോലും ഒരു പ്രായം കഴിഞ്ഞാൽ അനാഥാലയത്തിൽ നിൽക്കാൻ കഴിയില്ല. ശാരീരികമായി വയ്യാത്തവരോ രണ്ടാം കെട്ടുകാരോ അല്ലെങ്കിൽ ആരുമില്ലാതെ വളർന്നവരോ ഒക്കെ ആവാം അവിടെ പെണ്ണ് ചോദിച്ചു വരിക. അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ അവർക്ക് സ്വീകരിക്കാം. പിന്നെ മിക്കവർക്കും അത് സന്തോഷമുള്ള കാര്യമാണ്. ഇത്ര നാൾ ആരുമില്ലാതെ വളർന്നിട്ട് സ്വന്തം എന്ന് പറയാൻ ഒരാൾ. അങ്ങനെ പലരും വിവാഹം കഴിച്ചു പോയിരിക്കുന്നു. പക്ഷെ തനിക്ക് മാത്രം അതിന് ഒരിക്കലും കഴിയില്ല. അവൾ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ ചരടിലേക്ക് ഒന്ന് കണ്ണോടിച്ചു. ഇതിൻ്റെ അവകാശിയെ തേടി ആയിരുന്നല്ലോ ഈ യാത്ര. ഇനി എന്തൊക്കെയാവും ഉണ്ടാവാൻ പോകുന്നത്? അവളൊന്ന് നെടുവീർപ്പിട്ടു. ഒരുപാട് നിന്ന് കാല് വേദനിക്കാൻ തുടങ്ങിയതും അവൾ വേഗം ഷവർ ഓഫാക്കി കുളിച്ച് പുറത്തേക്കിറങ്ങി. മുടി തുവർത്തി ചീകുമ്പോഴാണ് ലക്ഷ്മി വന്നത്. ഇതാ മോളെ, വന്നിട്ടൊന്നും തന്നില്ലല്ലോ, കുടിച്ചോ. അവർ അവൾക്ക് നേരെ ഒരു ഗ്ലാസ് ജ്യൂസ് നീട്ടി കൊണ്ട് പറഞ്ഞു. അവളത് പുഞ്ചിരിയോടെ വാങ്ങി കുടിച്ചു. പേരെന്തായിരുന്നു? വേദിക. വീട്ടിൽ ആരൊക്കെയുണ്ട്? അവരോട് സത്യം പറയണോ എന്നവർ ആലോചിച്ചു. അത് എന്നെ പരിചയപ്പെടുത്താം ആദ്യം. ഞാൻ ലക്ഷ്മി. കുറേ വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. 3 പെൺമക്കളായിരുന്നു. 3നെയും കെട്ടിച്ചയച്ചു. തിരിഞ്ഞു നോക്കുക പോലും ഇല്ല. അന്ന് മുതൽ ഞാനിവിടെ തന്നെയാ. ഇടയ്ക്കിടയ്ക്ക് ജോലിക്ക് കൂട്ടിന് ഓരോരുത്തർ വരും. അധികം നിൽക്കില്ല. സാറ് പറഞ്ഞു വിടുന്നതാ. അതെന്തിനാ ലക്ഷ്മി അമ്മേ? അവൾ കൗതുകത്തോടെ ചോദിച്ചു. സിദ്ധു സാറിന് വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര നിർബന്ധമാണ് മോളെ. പുള്ളി ഫുഡ് ഇൻസ്പെക്ടറാണ്. ഇടയ്ക്കിടയ്ക്ക് അടുക്കള നോക്കാൻ വരും. എന്തെങ്കിലും ഒരു ചെറിയ വൃത്തികേടോ ആഹാരത്തിലൊരു മുടി വീഴുന്നതോ ഈച്ച വന്നിരിക്കുന്നതോ സാറിന് ഇഷ്ടമല്ല. കണ്ടു കഴിഞ്ഞാൽ അതോടെ പണി പോയി. ഞാൻ വളരെ ശ്രദ്ധയോടെ ഇതൊക്കെ ചെയ്യുന്നത്. വർഷം കുറേ ആയില്ലേ. ലക്ഷ്മിയമ്മ പറഞ്ഞത് കേട്ട് അവൾ കുറച്ചുനേരം പകച്ചിരുന്നു പോയി. ഹെൽത്ത് ഇൻസ്പെക്ടർ, ആളൊരു പുലിയാണല്ലോ. ഇതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. വിചാരിച്ചതുപോലെയല്ല. ആള് കുറച്ച് പ്രശ്നക്കാരൻ തന്നെ. മോളുടെ നാടെവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാ ലക്ഷ്മിയമ്മേ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനൊരു ബന്ധുവിൻ്റെ വീട്ടിലാണ് വളർന്നത്. പറയാൻ വിധം അടുത്താരും ഇല്ല. അവൾ കള്ളം പറഞ്ഞു. സാരമില്ല, മോക്കിവിടെ അമ്മയായിട്ട് ഞാനുണ്ടാകും. മോളി വീട്ടിലെ പുതിയ ആളാ. ഇനിയും അറിയാൻ ഒരുപാട് പേരുണ്ട്. 1-2 പേരല്ല ഇവിടെ ഉള്ളത്. ഇത് കൂട്ടുകുടുംബമാണ്. ഒരുപാട് താമസക്കാരുണ്ട് ഇവിടെ. സമയം പോലെ ഓരോരുത്തരെയും കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. എല്ലാവരെയും പ്രാധാന്യം സിദ്ധു സാറിനാ.
സാറാണ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. എല്ലാവരുടെയും പ്രിയപ്പെട്ട കുട്ടിയാ. പിന്നെ ആളൊരു ചൂടനാ. ചെറിയ കാര്യം മതി വേഗം ദേഷ്യം വരും. എന്നാ പാവവുമാണ്. അവർ അവനെക്കുറിച്ച് വാതോരാതെ പറയുമ്പോൾ അവൾ അവനെ ഹോട്ടലിൽ വെച്ച് കണ്ടതും അവളെ രക്ഷിച്ചതുമായ കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. മനസാക്ഷിയുള്ള ആളാണെന്ന് തോന്നുന്നു. മോളെന്നാ കുറച്ചുനേരം ഇരുന്നിട്ട് അടുക്കളയിലേക്ക് വന്നാൽ മതി. ഇന്നത്തെ ജോലിയൊക്കെ ഞാൻ ഒതുക്കി. ഇപ്പോൾ ഊണ് കഴിക്കാനുള്ള സമയമായി. ഞാനെല്ലാം വിളമ്പട്ടെ. അവർ അത് പറഞ്ഞ് പുറത്തേക്ക് പോയി. ഞാനും വരാം. അവളും അവരുടെ പിന്നാലെ ചെന്നു. ഹാളിൽ വലിയൊരു ഗ്ലാസ് ടേബിൾ ഉണ്ട്. ഒരുപാട് കസേരകളും ചുറ്റും ഇട്ടിട്ടുണ്ട്. അവൾ അവരോടൊപ്പം ഓരോ വിഭവങ്ങൾ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. ഓരോരുത്തരും താഴേക്ക് വരാൻ തുടങ്ങി. ചെക്കന്മാരിൽ ചിലരൊക്കെ അവളെ നോക്കുന്നത് അവൾ കണ്ടു. അവരുടെ നോട്ടം അവൾക്ക് എന്തോ തീരെ ഇഷ്ടപ്പെട്ടില്ല. കഴിക്കാൻ നേരം ആരും ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഈശ്വര, എന്തൊക്കെ ചിട്ടകളാണ്! ഇതിലും ഭേദം അനാഥാലയം തന്നെയായിരുന്നു, അവൾ അറിയാതെ ഓർത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ തിരികെ കൊണ്ടുവന്നു. അവളത് കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ ലക്ഷ്മി അമ്മ അടുക്കള വൃത്തിയാക്കുകയായിരുന്നു. അവർ അവളോട് സംസാരിക്കാൻ തുടങ്ങി. മോളെ, ആഹാരമൊന്നും മോൾ ഉണ്ടാക്കേണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കും. മോള് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു തന്നാൽ മതി. ലക്ഷ്മി അമ്മേ, ഈ സിദ്ധു സാറിന്റെ യഥാർത്ഥ പേരെന്താ? സിദ്ധാർത്ഥ് മേനോൻ. സിദ്ധു സാറാണ് കുട്ടികളിൽ മൂത്തത്. രാവിലെ മോളെ ഇവിടേക്ക് കൊണ്ടുവന്ന മാഡം ഇല്ലേ, അഞ്ജലി മാഡം. മാഡത്തിൻ്റെയും രവിസാറിൻ്റെയും ഒരേ ഒരു മകനാണ് സിദ്ധാർത്ഥ് മേനോൻ. ഇവർക്ക് സ്വന്തമായ ബിസിനസ്സും കമ്പനിയും ഒക്കെ ഉള്ളതാ. പക്ഷേ സിദ്ധു സാറിന് ഈ ജോലിയായിരുന്നു ഇഷ്ടം. അങ്ങനെ അതിലേക്ക് പോയി. രവിസാറിൻ്റെ രണ്ടാമത്തെ അനിയൻ രഘുസാറിനും പ്രീതിക മാഡത്തിനും 2 മക്കൾ, അനികയും ആയുഷും. അനിക എഞ്ചിനീയർ, ആയുഷ് ഇവരുടെ കമ്പനി തന്നെ വർക്ക് ചെയ്യുകയാണ്. രവിസാറിന്റെ ഏറ്റവും ഇളയ അനിയൻ രാജസാറും അരുണിമ മാഡവും. അവർക്ക് 2 പേർക്കും 2 മക്കൾ, കല്യാണി, കിരൺ. കല്യാണി എയർ ഹോസ്റ്റേഴ്സ് ആണ്, കിരൺ കമ്പനിയിൽ തന്നെ. പിന്നെ ഇവർക്ക് 2 പെങ്ങന്മാര് കൂടിയുണ്ട്. ഒരാൾ രഞ്ജിനി, മറ്റേത് രജനി. രഞ്ജിനി മാഡത്തിനും സുദീപ് സാറിനും മക്കളൊന്നും ഇല്ല, അവർ അമേരിക്കയിലാണ്. പിന്നെ രജനി മാഡവും അനൂപ് സാറും. അവർക്ക് 3 മക്കൾ, ദിവ്യ, ദീപക്, ഹൃത്തിക്. അതിൽ ഹൃത്തിക്കാണ് മൂത്തത്. ഇളയ 2 പേരും, രണ്ടാളും ഇവരുടെ കമ്പനിയിൽ തന്നെയാണ്. ഹൃത്തിക് ഇതിനൊന്നും താല്പര്യമില്ലാതെ ലണ്ടനിൽ വർക്ക് ചെയ്യുന്നു. ചുരുക്കം പറഞ്ഞാൽ ഹൃത്തിക് സാറും സിദ്ധു സാറും ഒഴിച്ച് ബാക്കി ആൺകുട്ടികളൊക്കെ ഇവരുടെ തന്നെ കമ്പനിയിലാണ്. പിന്നെ ഇവരുടെ അമ്മ, അതായത് മുത്തശ്ശിയുണ്ട്. അവർ തീരെ വയസ്സായി. അങ്ങനെയൊന്നും മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാറില്ല, മുറിയിൽ തന്നെയാണ്. ലക്ഷ്മിയമ്മ പറഞ്ഞ ലിസ്റ്റ് കേട്ട് അവൾ കണ്ണും തള്ളിയിരുന്നു. ഒരു വീട്ടിൽ ഇത്രയേറെ അംഗങ്ങളോ? എൻ്റെ അനാഥാലയത്തിൽ പോലും ഇല്ലായിരുന്നു ഇത്രയും പേര്. ഇവരുടെ ഇടയ്ക്കാണല്ലോ വേദികയെ നീ വന്നു പെട്ടത്. അവൾ തൻ്റെ അബദ്ധം ഓർത്ത് നാവ് കടിച്ചു. മോള് പേടിക്കണ്ട, പ്രശ്നക്കാരധികമൊന്നുമില്ല. ഈ പെൺകുട്ടികൾ കുറച്ച് അഹങ്കാരികളാ. ഓരോരുത്തരെയും കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോഴേ പറഞ്ഞ് മോളെ പറഞ്ഞു വിടുന്നില്ല ഞാൻ, അവർ ചിരിയോടെ പറഞ്ഞു. രാത്രി അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞവൾ കിടക്കാൻ വേണ്ടി മുറിയിലേക്ക് പോകുമ്പോഴാണ് സിദ്ധാർത്ഥ് അവളുടെ മുന്നിലേക്ക് വന്നത്. അവൻ്റെ ഗൗരവത്തോടെയുള്ള നോട്ടം കണ്ടതും അവളുടെ ഉള്ളൊന്ന് കാളി. തുടരും. നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.